നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമി തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. വരുന്ന പഞ്ചമതിഥി അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഓഗസ്റ്റ് മാസം 28 വ്യാഴാഴ്ച വളർപ്പിറ പഞ്ചമി, 27 ബുധനാഴ്ച 7 മണിയോടുകൂടി പൂജാ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുതലേ ഇരുന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. ഇത് പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടുമെന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കണം വെച്ചാൽ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ പതിവ് എന്താ വെച്ചാൽ നമുക്ക് പണവരവിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും നല്ല ഉദ്യോഗത്തിന് വേണ്ടിയും ചെയ്യേണ്ട ഒരു മിക മുഖ്യമായ വഴിപാട്. അതും വരാഹിയമ്മനക്ക് മുന്നേ നിങ്ങളിത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും അമ്മൻ നിങ്ങളുടെ കൈക്കുള്ളിൽ കൊണ്ടുവന്ന് വച്ചു തരും. വേറൊന്ന്, അമ്മ ഇത് തരണം അത് തരണം എന്ന് വിചാരിച്ച് നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കരുത്. എന്ത് തരുന്നു എന്നുള്ളത് സെക്കൻഡറി. നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ച് വേണ്ടി വണങ്ങി എല്ലാം അമ്മയുടെ സമക്ഷത്തിൽ പറഞ്ഞോളുക. ഇത് റെഗുലറായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ കാണുന്നവർക്ക് അറിയാം വരാഹിയമ്മനോട് ശക്തിയെ പറ്റി. പതിവുകൾ കാണിക്കുന്ന താന്ത്രികം ചെയ്തു നോക്കി ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് നല്ല അനുഭവങ്ങൾ വരുന്നത് അവരെ അറിയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറൊന്ന് തന്നെയാണ്. അവരുടെ വോയിസ് ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് എൻ്റെ സമയപരിധി കൊണ്ടാണ്. വരുന്ന വീഡിയോസിൽ അത് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ വേറൊന്ന്, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പണം സമാഹരിക്കാൻ ട്രൈ ചെയ്താൽ തീർച്ചയായും വിജയം നമുക്ക് വന്നു ചേരുമെന്ന് അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതിൽ കൂടെ വരാഹിയമ്മനോട് അരുൾ കൂടെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഇരട്ടിക്ക് നമ്മുടെ കൈകളിൽ വന്നു ചേരും. ഇന്നത്തെ പതിവ്, ഇന്ന് വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ ചെയ്യേണ്ട എളിമയാർന്ന മികവാർന്ന ഒരു വഴിപാട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. എല്ലാ ദുർശക്തികളെയും മോശപ്പെട്ട നമ്മുടെ കെട്ട സിറ്റുവേഷനെയും നമ്മൾക്കടുത്ത് നിന്ന് നീക്കി നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം തരാൻ പറ്റുന്ന അമ്മനിക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒരു മഹാവഴിപാടാണിത്. ഈ വഴിപാടിന് വന്നിട്ട് ആവശ്യമുള്ള കുറച്ച് ഇലകളാണ്. 5 മുഖ്യമായ ഇലകളാണ്. ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇലകൾ. ഇതിൽ എന്തെല്ലാം ഇലകളാണ് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വേപ്പില, മരുതാണി ഇല മീൻസ് മൈലാഞ്ചി ഇല, തുളസി ഇല, ഒറ്റ ചെമ്പരത്തിയിലെ ഇല, വെറ്റില. വേറൊന്ന്, ഈ ഇലകൾ തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല. ധനവശ്യത്തെ തരുന്ന ഏത് ഇല വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ളതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെറ്റില വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിളിന് പറഞ്ഞു തരാം. കർപ്പൂരവല്ലി ഇലകളുണ്ടല്ലോ, അതെടുക്കാം. കർപ്പൂരവല്ലി ഇലകളുടെ മലയാളം വന്നിട്ട് പനിക്കൂർക്ക, വേറൊരു വേർഡുണ്ട്, അത് ഞാൻ മറന്നുപോയി, അതെടുക്കാം. പിന്നെ മാതളമരം ഒരു ചില പേരുടെ വീട്ടിലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് ഇല എടുക്കാം. പിന്നെ നെല്ലിയില വെച്ചിട്ട് നമ്മൾ മുന്നേ പരിഹാരം ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെല്ലിയില എടുക്കാം. സോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു 5 ഇല എടുത്തോളുക. വേറൊന്ന്, മാവിലയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇലകളുടെ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ വന്ന് ഒറ്റ ഇതള്
ചുവപ്പ് ചെമ്പരത്തി ഇലയാണ് എടുത്തിരിക്കുന്നത്. ചെമ്പരത്തി ഇല ഒറ്റ ഇതള് ചുവപ്പ് ചെമ്പരത്തിയുടെ തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ധനവശ്യത്തിന് ചുവന്ന ചെമ്പരത്തി എന്നത് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. നിർവചിക്കാൻ പറ്റാത്ത അളവിന് ധനം നമ്മളുടെ കൈകളിൽ കൊണ്ടുതരും. ഇതിൽ നോക്കിയാൽ ഓരോരോ ഇലയ്ക്കും വന്നിട്ട് ഓരോരോ ശക്തിയാണുള്ളത്. ഇത് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഇലകളെല്ലാം ഇട്ട് ഒരിടത്തിൽ വയ്ക്കുമ്പോൾ തീർച്ചയായും നമ്മ വീട്ടിലെ എല്ലാ മുന്നേറ്റവും വന്ന് ഏർപ്പെടും. എന്നുവെച്ചാൽ വീടിന് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലായോ? ഇപ്പോൾ വേപ്പില നമ്മൾ ഇടുമ്പോഴത്തേന് അത് വന്നിട്ട് ഒരു മികവാർന്ന കൃമിനാശിനി. ഏത് തരത്തിലുള്ള കെട്ട ശക്തികളും വീട്ടിൽ ഇരിക്കില്ല. പിന്നെ ഒരു ചിലരുടെ വീട്ടിൽ അടിക്കടി അസുഖം വരും. കുട്ടികൾക്കായാലും ശരി, മുതിർന്നവർക്കായാലും ശരി. മെഡിസിനായിട്ട് തന്നെ നല്ലൊരു ചെലവ് വേണ്ടി വരും. വരുമാനത്തിന്റെ പകുതിയും മെഡിസിന് വേണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ വേപ്പിലയെ നമ്മൾ ശരിയായ മുറയിൽ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മളത് നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം മഴക്കാലത്ത് ഇപ്പോൾ ക്ലൈമറ്റ് എല്ലാം മാറും. സോ വേപ്പില എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഇരിക്കണ മാതിരി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ശരിയാ? ഈ വേപ്പില അതിന് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അമ്മയോടെ അരുൾ നമുക്ക് വീട്ടിൽ തങ്ങി നിൽക്കാൻ ഈ വേപ്പില ഉതകും. വരാഹിയമ്മനക്ക് ഒത്തിരി പിടിച്ചതാണ് വേപ്പില ദീപം. അതൊക്കെ നമ്മൾ ചാനലിൽ പതിവിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊന്ന് പോയി കണ്ടോളുക. ശരിയാ? സോ വേപ്പിലയെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. വേപ്പില എടുത്തു. ദെൻ മൈലാഞ്ചിയില, മരുതാണിയില, അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് പൂജ നമ്മൾ ചെയ്യാനിരുന്നാലും മൈലാഞ്ചിയില നമ്മുടെ കൈകളിൽ വെച്ച് പൂജ ചെയ്യുമ്പോൾ അതിന് ഇരട്ടി 100 ഇരട്ടി ബലമാണ് നമുക്ക് കൊണ്ടുതരുന്നത്. നമ്മുടെ ഉയിര് കാക്കും ഒരു കാവൽക്കാരനായി കൂടെ മൈലാഞ്ചിയില വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ജീവൻ പിടിച്ചു നിർത്തുന്ന ഒരു തിങ്ങായിട്ട്. ഓക്കേവാ? ആരുടെ കയ്യിൽ മൈലാഞ്ചി ഇരിക്കുന്നുവോ അടുത്ത ഒരു 6 നാളത്തേക്ക് യമധർമ്മൻ പോലും അടുക്കില്ല എന്നാണ്. ദാറ്റ് മീൻസ് കാലനും കൂടെ പേടി വന്ന് ഓടിപ്പോകുമെന്നാണ്. കാരണം മൈലാഞ്ചിക്ക് വന്നിട്ട് അത്രയ്ക്കും ഒരു വരം ഇരിക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ട് വേപ്പില നോക്കിയാലും ശരി, മൈലാഞ്ചിയില നോക്കിയാലും ശരി, പെൺമരുതവാസിനി. ഇപ്പോൾ തുളസിയില നോക്കിയാലും വൃന്ദ എന്ന ഒരു പെണ്ണാണ് തുളസി. മനസ്സിലായോ? സോ ഈ പെൺശക്തി കൂട്ടുന്ന ഇലകൾ വച്ച് വഴിപാട് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്തോളുക. ഇന്നിപ്പോ വെള്ളിയാഴ്ച ഞാൻ ചെയ്യുന്നു, വെള്ളിയാഴ്ച തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. തുളസി ഇലകളിൽ വന്നിട്ട് ലക്ഷ്മി ദേവിയുടെ അംശവും നാരായണ സ്വാമികളുടെ അംശവും ഇരിക്കുന്നു. എല്ലാ 30 ദേവർമാരും തുളസി ചെടിയിൽ വാസം ചെയ്തിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ദെൻ ഒറ്റയടുക്കുള്ള ചുവന്ന ചെമ്പരത്തിയില. നേർമയായി സമ്പത്ത്, ധനം, പണം എന്നിവ അള്ളിത്തരാനുള്ള ശക്തി ഈ ചെമ്പരത്തിയിലയ്ക്ക് ഉണ്ട്. അത് മാത്രമല്ല, ഇതിനും വേറൊരു ശക്തി എന്താച്ചാല് വാസ്തുദോഷത്തെ വന്നിട്ട് ഈ ചെമ്പരത്തി ഇലകൾ മാറ്റിത്തരും. ഒറ്റ അടുക്ക് ചെമ്പരത്തി ഇലകളും പൂക്കളും ഒരു നല്ല പോസിറ്റീവ് റിസൾട്ട് നമുക്ക് തരാൻ പറ്റുന്നത്. അതും നല്ല ചുവന്ന ചെമ്പരത്തി എന്നത് പറയാനേ പറ്റാത്ത രീതിക്ക് നമുക്ക് അള്ളി അള്ളി കൊണ്ടുതരും. പണമായാലും ശരി, സമാധാനമായാലും ശരി, എന്തും നമ്മുടെ കൈകളിൽ ആഗ്രഹിക്കുന്ന അളവിന് കൊണ്ടുതരും. ദെൻ വെറ്റില, വെട്രിയിലകൾ വെട്രിയെ കൊണ്ടുതരും. പൂ പൂക്കില്ല, കായ് കായ്ക്കില്ല. സോ ഒരു വെട്രിയില, വെട്രിയെ കൊടുക്കും വെട്രിയില. വരാഹി അമ്മനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വെറ്റില ദീപമെന്നും നമുക്കെല്ലാം അറിയുന്നതല്ലേ. നമ്മളെല്ലാം യൂഷ്വലി അത് പഞ്ചമി തിഥിയിലും പറ്റുന്ന ദിവസങ്ങളിലും ഒക്കെ വീട്ടിലും ചെയ്യുന്നതാണ്. ഞാൻ ഒത്തിരി പതിവ് വെറ്റില വെച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തു നോക്കി നല്ല ബലം കിട്ടിയ ഒത്തിരി പേര് എനിക്ക് അത് പറഞ്ഞിട്ടും ഉണ്ട്. വെട്രിയെ കൊടുക്കും അദൃഷ്ട ഇല. വെട്രി മീൻസ് വിജയം. സോ ഈ 5 ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകൾ എടുത്തോളുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഇലകൾ നിങ്ങൾ എടുത്തോളുക. മറ്റുള്ള ഇലകളാണ്, ഇപ്പൊ ഇതില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇരുന്ന ഇലകളും എടുത്തോളുക. 5 ഇലകളെയും നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വന്ന് മീൻസ്
ഒരു കുപ്പി ഗ്ലാസ് എടുത്തോളുക. നല്ലൊരു ചില്ല് ഗ്ലാസ്. ഞാൻ എടുത്തതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് കുപ്പി ഗ്ലാസ് വീട്ടിലില്ല എങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ വേറെ ഒരു ഗ്ലാസ്സോ എടുക്കരുത്. സെറാമിക്കിലുള്ളതോ അല്ലെങ്കിൽ മണ്ണിലുള്ള ഗ്ലാസ് ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ശരിയാ? നിങ്ങൾ വന്നിട്ട് ഗ്ലാസ്സിൽ ചിമ്പയൊന്നും വെള്ളം നിറയ്ക്കാൻ പാടില്ല. കാരണം ഈ ഇലകൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ മുക്കി വെക്കാനുള്ളതാണ്. വെള്ളം ഒരു തുള്ളി പോലും വെളിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് 3/4 കപ്പ് വെള്ളം എടുത്തോളുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. പിന്നെ ഞാൻ പച്ചക്കർപ്പൂരം കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടോളുക. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം, ഒരു മണം വേണമെങ്കിൽ ഇട്ടോളുക. പണത്തെ ഈർപ്പിക്കാനുള്ള ശക്തി പച്ചക്കർപ്പൂരത്തിനും ഉണ്ട്. അതുകൊണ്ട് കിട്ടുമെങ്കിൽ ഇട്ടോളുക. ദെൻ നമ്മൾ ഓരോരോ ഇലകളായിട്ട് ഇട്ടോളുക. വേപ്പില ഇടുക. ആരോഗ്യവും നല്ല അസുഖവും എല്ലാം മാറി നല്ല സുഖവും കിട്ടാനായിട്ട് നിങ്ങൾ അതെല്ലാം പോകണം, എല്ലാ അസുഖങ്ങളും പോകണമെന്ന് വരാഹിയമ്മനോട് വേണ്ടിയിട്ട് നിങ്ങൾ വേപ്പില ഇട്ടോളുക. അതുപോലെ മൈലാഞ്ചിയില ഇടുമ്പോൾ പണം കൈകളിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടിട്ടോളുക. ദെൻ എന്താ, തുളസിയില ഇടുമ്പോൾ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അരുൾ വേണം, അങ്ങനെ പറഞ്ഞ് ഇടണം. ഓരോ ഇല ഇടുമ്പോഴും നിങ്ങൾ അമ്മനോട് പ്രാർത്ഥിച്ചോളുക. നല്ല സാമ്പത്തികം, ധനം വരുന്നതിനായിട്ടാണ് നമ്മൾ മൈലാഞ്ചിയില ഇടുന്നതെന്ന് അറിയാമല്ലോ. ദെൻ ചെമ്പരത്തിയില ഇട്ടോളുക. ലാസ്റ്റ് വന്നിട്ട് വെറ്റിലയും ഇതിൽ ഇട്ടോളുക. ഓക്കെ, ഇത് ഇടുമ്പോൾ നിങ്ങൾ അമ്മനോടെ അതിശക്തമായ ആ നാമം ചൊല്ലിക്കോളുക. ആ നാമം എന്താച്ചാല് ഓം വജ്രകോശം, ഓം വജ്രകോശം, ഓം വജ്രകോശം. ഇത് വന്നിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അമ്മ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മാറ്റിത്തരുന്നതാണ്. ഈ 5 ഇലകളോടെ ഗുണം എന്താച്ചാല് ഇന്ന് രാത്രി അതോടെ സത്ത് വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങും. ഇത് നിങ്ങൾ നാളെ രാവിലെ ഈ വെള്ളം വെറ്റില കൊണ്ട് നമ്മുടെ വീട് മുഴുവനും തളിക്കണം. എന്നതിന് ശേഷം നിങ്ങൾ ഈ ഇലകൾ കാൽപ്പെടാത്ത വെള്ളത്തിലോട്ട് എറിഞ്ഞു കളയുക. വേറൊന്ന്, ഈ ഗ്ലാസും വെള്ളവും രാത്രി ചെയ്തിട്ട് എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലോ അതല്ലാച്ചാല് നമ്മുടെ പൂജാറയിലോ വയ്ക്കാവുന്നതാണ്. ശരിയാ? ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഇലകൾ നിങ്ങളെ കാത്തോളും. അതൊരു ഐതിഹ്യമാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാല് വീഡിയോയിൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.